ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കണം. ഈ പരിശുദ്ധന്മാർ ശുദ്ധിമതികളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അവരുടെ ജീവിതത്തിൽ ശൈശവം മുതൽ, ഇവിടെ വായിച്ച സദറ കേട്ടല്ലോ, ശൈശവം മുതലേ ദൈവത്തിനായി ജീവിച്ചു. ലോകം, താത, സഹോദരർ, ജാതി, തറവാട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനായി ജീവിച്ച് ലോകാന്ത്യം വരെയും പ്രകാശമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വേദവാക്യം എടുത്തത്. ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കുക. ഈ 3 വാക്യം പറ്റുമെങ്കിൽ ഇന്നൊന്ന് കേട്ടിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഭവനങ്ങളിൽ ഇരുന്നൊന്ന് വായിച്ചാൽ ടൈറ്റസ് അച്ഛൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആശയം നമുക്ക് കിട്ടും. ഈ പ്രസംഗത്തിന് അങ്ങനൊരു ഗുണമുണ്ട്. ഞാനും എൻ്റെ ചുറ്റുപാടുള്ള പള്ളികളിൽ പ്രസംഗമുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ പെരുന്നാൾ ഞാൻ വന്നിരുന്ന പ്രസംഗം കേട്ടല്ലോ. കാരണം ആരാണ് പ്രസംഗിക്കുന്നതല്ല, ആരെക്കുറിച്ചാണ് പറയുന്നത്. ചിലപ്പം ഞാൻ പറയുന്നതിന് 10 ഇരട്ടി ആശയം കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതാണ് തിരുവചനം ഇരുവാൾ തലയുള്ള മൂർച്ചയുള്ള കത്തിയ. ഈ വാക്യം ചിന്തിക്കാം. ഇയ്യോബ് 8:5, 6, 7. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇത് പരിമല തിരുമേനിയെ കണക്ട് ചെയ്ത് മാത്രം ചിന്തിച്ചു നോക്കി. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇനി വാക്യത്തിലേക്ക് കടന്നു വരാം. ആശയം ഇതാണ്: ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കുക. ഈ പരിശുദ്ധൻ തന്റെ ജീവിത ദർശനത്തിലൂടെ ക്രൈസ്തവർക്ക് മാത്രമല്ല മാനവജാതിക്ക് മുഴുവൻ കാണിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക. അതിനെന്താണ് അവർക്ക് കൊടുക്കുന്ന പേരാണ് നീതിമാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്ന മക്കൾ ആരാണ്? അവർ നീതിമാനാണ്. നീതിമാനാണെങ്കിൽ ഈ വാക്യത്തിലൂടെ വീണ്ടും ഞാൻ പറയട്ടെ, 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ അവനുണ്ടാകും. ദൈവികമായ മർമ്മങ്ങളുടെ രഹസ്യം നീതിമാന്റെ ജീവിതത്തിൽ വരും. എന്തെല്ലാമാണ് അത്? സങ്കീർത്തനം 112 ബാക്കി സങ്കീർത്തനത്തെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ പറയാം. നീതിമാന് ദൈവഭക്തന് കിട്ടുന്ന 5 പ്രധാനപ്പെട്ട സമ്മാനങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. 1, നീതിമാൻ വീണാലും നിലംപരിശാകില്ല. 2, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. 3, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. 4, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കും. 5, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ 5 കാര്യങ്ങൾ ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ കാണാതെ ഒരു മന്ത്രം പോലെ പഠിക്കുന്നത് നല്ലതായി. ഒന്നുകൂടെ ഞാൻ പറയാം. 1, നീതിമാൻ വീണാലും നിലംപരിശാകില്ല. ഇവിടെ ഇരിക്കുന്ന 15 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ എത്രയോ സമയം ദൈവമേ നാളെ എങ്ങനെ, എന്റെ കടഭാരം, എന്റെ മാനസികം, എന്റെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ, എന്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ തകരുമോ? ഇല്ല. ഇതാ മോശ മുൾപ്പടർപ്പിൽ കത്തുന്ന തീ കണ്ടു. നമുക്കറിയാം മുൾപ്പടർപ്പിൽ തീ കത്തിയാൽ അത് വെന്തുപോകും. പക്ഷെ അവിടെ പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, അങ്ങനെയല്ല. അതിന്റെ ഒറിജിനൽ പരിഭാഷ ഞാൻ പഠിച്ചത് ഞാൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തലിലൂടെ നിനക്ക് മനസ്സിലാക്കി തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കത്തുന്ന എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കണം: എന്റെ ദൈവം അറിയാതെ നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ചാൽ എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. അതാണ് നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഭാരവും പ്രയാസവും കടന്നു വരുമ്പോൾ ഇത് ദൃഢമായി പറയണം: എന്റെ ദൈവം വലിയവനാണ്. എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകില്ലെങ്കിൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേർ ചൊല്ലി വിളിച്ചവനാണെങ്കിൽ, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് പറയുന്നതാ. ഒന്ന് ഓർത്തിരിക്കണമേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സൂചിപ്പിച്ചത് നീതിമാൻ വീണാലും നിലംപരിശാകില്ല. 2, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ചില കുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മയപ്പനൊക്കെ നല്ല ഭക്തരായിരിക്കും, മക്കളൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ പേരുകൾ നിഷ്ഠയോടെ പ്രാർത്ഥിച്ചാൽ
ആ മക്കൾ അതിനേക്കാൾ നല്ല ഭക്തരായി മാറും. അതാണ് അമ്മയപ്പന്മാരുടെ കണ്ണുനീരിന്റെ ഫലം. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഈ പരിമല തിരുമേനിയെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, കൊച്ചി രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള കുടുംബത്തിലാണ് പരിമല തിരുമേനി ജനിച്ചത്. അപ്പോൾ അത്രമാത്രം ലോക സുഖങ്ങൾ അനുഭവിക്കാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ പശ്ചാത്തലമെല്ലാം കളഞ്ഞിട്ട് എന്തിനാ കാടും പടലും അടങ്ങിയ പരിമലയിൽ പോയി ഉപവാസവും നൊയമ്പും ഉദരരോഗിയായിട്ട് കാലം ചെയ്തത്. പ്രിയമുള്ളവർ, ഇതാണ് ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന വലിയൊരു അനുഭവം. ഈ കാണുന്ന ലോകത്തിൽ കാണാത്തൊരു ലോകമുണ്ട്. അതാണ് ഭക്തന്മാർ ദൈവത്തെ അറിഞ്ഞത്. ഈ കാണുന്ന ലോകത്തിൽ കാണാത്തൊരു ലോകമുണ്ട്. ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ചിലർ കണ്ടു ഒരിക്കലും അവർ ഭാരപ്പെടില്ല. അവർക്കൊരു കാര്യം അറിയാം, എന്റെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ തുടക്കത്തിലെ നിങ്ങൾ പഠിക്കണം. നീതിമാൻ വീണാലും നിലംപരിശാകില്ല, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. 3ാമത് പറയുന്നുണ്ട്, നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. ഇപ്പോഴും നോക്കിയേ, പരുമലയിൽ പദയാത്ര ഇപ്രാവശ്യം അനുവദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എങ്കിലും ധാരാളം മതസ്ഥർ ചെരുപ്പിടാതെ, ഞാനും 2 ദിവസം മുമ്പ് കുടുംബമായിട്ട് 2-3 അച്ഛന്മാർ കുടുംബമായിട്ട് മാവേലിക്കരയിൽ നിന്ന് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരുപാട് മറ്റു മതസ്ഥരാണ് ഇന്നും ആ ഭക്തന്റെ സന്നിധിയിൽ വന്ന് തേജസ്സോടുകൂടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഓർക്കുക, ഈ പരുമലയിൽ മാന്നാറിനടുത്ത് 2000 കരിക്ക് കൊടുക്കുന്ന ഒരു അക്രൈസ്തവ കുടുംബമുണ്ട്. ഇന്നും വഴിയോരങ്ങളിൽ ആഹാരവും ജ്യൂസും ഒക്കെ കൊടുക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ മറ്റു മതസ്ഥരാ. കാരണം ആ പ്രകാശം എന്നേക്കും ഓർമ്മയിലിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പറയുന്നത്, മരണശേഷം ഒരാൾ നിങ്ങളെ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും എഴുതി വയ്ക്കണം, അല്ലെങ്കിൽ എഴുതുവാൻ തക്കവണ്ണം വല്ലതും ചെയ്യണം. മരണശേഷം ഒരാൾ നിങ്ങളെ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും എഴുതി വയ്ക്കണം, അല്ലെങ്കിൽ എഴുതുവാൻ തക്കവണ്ണം വല്ലതും ചെയ്യണം. ഇന്ന് ലോകപ്രകാരമുള്ളവരെ നോക്കിയാൽ സ്റ്റേജ് പിടിച്ചടക്കി ഒന്നും പാട്ടുകാരനും പ്രസംഗനും ഒന്നും അല്ലായിരുന്നു പരിമല തിരുമേനി. പക്ഷെ ഓരോ വർഷം കഴിയും തോറും അവിടെ ചെല്ലുന്ന ഭക്തരുടെ എണ്ണം വളരെ വലുതാണ്. അത് നമ്മൾ മറക്കുന്നത്. അതാണ് നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. പിന്നെ പറയുന്നുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു സുന്ദരമായ ആശയങ്ങൾ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റിലാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നോക്കി അവനെ വിടുവിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നോക്കി അവനെ വിടുവിക്കും. അറിഞ്ഞും അറിയാതെ എത്രയോ തവണ നമ്മൾ വീണു. ആ സമയത്തെല്ലാം പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. ഇവിടെ സഹോദരങ്ങൾ, ഇവിടെ എല്ലാ ദിവസവും സീമാ നമസ്കാരമാ പാടുന്നത്. പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരാറുണ്ട്. എനിക്ക് സീമാ നമസ്കാരം വലിയ ഇഷ്ടം. നിങ്ങളൊക്കെ പഠിക്കുന്നെങ്കിൽ എന്റെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ അത് കിട്ടും. നമ്മളതൊന്ന് പഠിക്കണം. എന്നാ ശ്രദ്ധേയമായ എല്ലാ നമസ്കാരത്തിലും പരിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് പറയുന്നത്, സഹദേന്മാരെ മുന്തിരിതൻ കുലയെന്ന വിധം ന്യായാധിപരിട്ടു പിഴിഞ്ഞു രുതിരം ധരയിലൊഴുക്കിയ ഹോ ബലിയായോരെ മുടിയണിയിച്ചതിപതി ദൈവം ഹാലേലുയ്യ വിശ്രുതരാക്കി. സഹദേന്മാരെ മുന്തിരിതൻ കുല എന്ന വിധം ന്യായാധിപരിട്ടു പിഴിഞ്ഞു രുതിരം ധരയിൽ ഒഴുക്കിയ ഹോ ബലിയായോരെ മുടിയണിയിച്ചതിപതി ദൈവം ഹാലേലുയ്യ വിശ്രുതരാക്കി. വീണ്ടും ചൊവ്വാഴ്ച പാടുന്നത്, പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ ആധാരത്തിന് നിബിസ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരും മർത്യകുലൻ രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. നോക്കി, പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ. ഈ സഭയെ യേശുക്രിസ്തു സ്ഥാപിച്ചു. ആധാരത്തിനു നിബിസ്ലീഹന്മാർ സഹദേരെ നിർത്തി. ഈ സഭയുടെ പ്രമാണമാണ് സഹദേന്മാരും പരിശുദ്ധന്മാരും. ആധാരത്തിന് നിബിസ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരും മർത്യകുലൻ രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. വീണ്ടും വ്യാഴം സന്ധി, നാഥനു വേണ്ടി യാതനയേറ്റോരേ നിർമ്മലയാം സഭയുടെ തൂണുകളായോരേ വിശ്വാസത്തിൻ വരശില്പികളെ നിബിസ്ലീഹാസഹദേന്മാരെ ശ്ലോമോ സ്വയമേ ദാവീദിൻ മൊഴി പോലവനെ
പിഞ്ചൊന്നോർ നിങ്ങൾ മശീഹ ദേവേശാതൽ പ്രാർത്ഥനയാൽ കൃപ ചെയ്യണമേ. വീണ്ടും പരിശുദ്ധന്മാരെ കുറിച്ച് ശക്തമായി പറയുന്നത്, പൂർണ്ണ മനസ്സാൽ മശിഹായെ സ്നേഹിച്ചൈഹികമാം നശ്വര ബഹുമാനത്തെ വെടി ആത്മാർത്ഥതയാൽ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർദ്ധൻ അപദാനങ്ങളെ വർണ്ണിപ്പാൻ വൈഭവമാർക്കുണ്ടാം മശീഹ ദേവേശാതൽ പ്രാർത്ഥനയാൽ കൃപ തോന്നണമേ. എല്ലാം കൂടെ പാടിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലല്ലോ. ഈ ശീമാ നമസ്കാരം ഇവിടെ ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഞാനിവിടെ നമസ്കാരത്തിന് വരുമ്പോൾ എനിക്കൊരു വേറെ പ്രത്യേകത തോന്നിയത്, എന്നും ആരെങ്കിലും പുതിയ ആൾക്കാരെ 1-2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും മാറി മാറി വൈദികരോടൊപ്പം ശുശ്രൂഷയ്ക്കുണ്ട്, നമസ്കാരത്തിനുണ്ട്. വലിയ കാര്യമാണ് പ്രിയമുള്ളവർ. കാരണം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പരുമലയിലൊക്കെ പോയി വലിയൊരു തിരി കത്തിക്കുന്നതിലോ അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതിലോ പദയാത്ര ഇതൊന്നും തെറ്റാണെന്നല്ല, അതൊക്കെ ആവശ്യം. അതിനേക്കാൾ ഉപരി ഏറ്റവും സ്ട്രോങ് ആയ വാക്യം എന്താ? നിങ്ങളോട് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവേൻ. അവിടെ ജീവാവസാനം ഓർത്ത് വിശ്വാസം അനുകരിപ്പേൻ. പരുമല തിരുമേനി എങ്ങനെയാണ് തമ്പുരാന് വേണ്ടി ജീവിച്ചത്? ഈ ലോകത്തെ ലൗകിക സുഖങ്ങളെ എല്ലാം കളഞ്ഞിട്ട് ദൈവമായിട്ട് ചേർന്നപ്പോൾ ഓരോ വർഷം കഴിയും തോറും ആ ജീവിതത്തിന്റെ പ്രകാശം സർവ മതസ്ഥർക്കും ഒരു സ്പർശനമായി മാറി. അതുകൊണ്ട് എന്റെ ആദ്യത്തെ ആശയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ. ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കുവാൻ ഇവിടെ വേദവാക്യം പറയുന്നുണ്ട്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. രണ്ടാമത് പറയുന്നുണ്ട്, സർവശക്തനോട് അപേക്ഷിക്കണം. ഈ പരുമലയിലൊക്കെ പോകുന്ന ധാരാളം ഗായക സംഘങ്ങൾ പാടുന്ന പാട്ടുകൾ നോമ്പാലും കണ്ണുനീരാലും പ്രാർത്ഥനയാലും അനുതാപത്താലും. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയുടെ എല്ലാ പാട്ടും നോക്കി ഇത്രയും ശ്രേഷ്ഠമായൊരു സഭയുണ്ടോ? രക്തത്താൽ ഞാൻ വാങ്ങിയ ഒരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പാൻ. നമ്മുടെ കുർബാനയുടെ ഒക്കെ പാട്ടുകള് ഇപ്പൊ ഞാനിപ്പോഴും ഈ ഗായക സംഘമൊക്കെ പഠിപ്പിക്കുമ്പോഴും ഗായക സംഘം ഉണ്ടെങ്കിൽ പോലും പ്രിയമുള്ളവരെ മറക്കരുത്, കുർബാനയ്ക്ക് ജനം പാടണം. ജനങ്ങൾ ഒരേ സ്വരത്തിൽ പാടണം. കാരണം പ്രതിവാക്യം ശുശ്രൂഷക്കാർക്ക് ഇടവാന് മാത്രമേ ഉള്ളൂ. അവർക്ക് പാട്ടും പ്രതിവാക്യമില്ല. ജനമാണ് ഗായക സംഘത്തോടൊപ്പം തന്നെ എല്ലാവരോടും ഒരുമിച്ച്. ഇപ്പം തന്നെ ഇത്രയും പേരല്ലേ ഉള്ളൂ. ഒന്ന് പാടിയേ കുർബാനയുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വരികൾ. മോചനമതിനായി എല്ലാരും പാടി. മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പേ മുട്ടും നോർക്കു തുറം യാചിക്കേണ്ടും സംയാമിതാ മോചിക്കും നാഴി ഈതു രക്ഷകനുര ചെയ്ത എൻപൈ രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും അഗ്നിമയന്മാരെ നോക്കിൽ ഇറച്ചി. ഞാൻ പറഞ്ഞത് പാട്ട് പഠിപ്പിക്കാനല്ല. എല്ലാ പാട്ടും എന്താ? അപേക്ഷയാണ്. ഏത് പാട്ടും നോക്ക്. അത് വൈദികന്റെ കുർബാനയിൽ പോലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന എല്ലാ വരികളും അപേക്ഷയാണ്. ഞങ്ങളെ പക്ഷേ രക്ഷിക്കണമേ എന്നാ. പക്ഷെ തിരിഞ്ഞു നിന്നാൽ അപേക്ഷയില്ല, ഡിക്ലറേഷനാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു, ഡിക്ലറേഷനാ. അപ്പോൾ ഈ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വിശുദ്ധന്മാരുടെ ജീവിതാനുഭവമായി തരുന്നത് നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ. അതിന് സങ്കീർത്തനം 55:16-17 വാക്യം കൂടെ നോക്കിയാൽ അറിയാം. എന്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ കേരളത്തെക്കാൾ കൂടുതൽ കേരളത്തിന് പുറത്താ ധാരാളം പോയിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഗൾഫെന്ന് പണ്ട് കേട്ടപ്പം എന്റെ ധാരണ പണം വാരാനും സ്വർണം വെട്ടിയെടുക്കാനുമുള്ള സ്ഥലമായിട്ട് എന്റെ ഒരു അപക്വമായ ചിന്ത. പക്ഷെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഏത് വിദേശത്ത് ചെന്നാൽ അവർ പറയുന്ന ഒരു വരി, അച്ഛാ ഇവിടെ കരയാത്തവർ ആരുമില്ല. പക്ഷെ കേരളത്തിൽ അത് പൊതുവെ കണ്ടിട്ടില്ല.
ഇവിടെ കരയാത്തവർ ആരുമില്ല. അത് കുവൈറ്റിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും ഷാർജ ദേവാലയത്തിൽ എനിക്ക് തോന്നുന്നു എപ്പോ നോക്കിയാലും ഒരു 10-30 ചെറുപ്പക്കാർ അവിടെ കാണും. അതിനകത്ത് കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴോ കരഞ്ഞ് പുറത്തിറങ്ങി ആ മുഖത്തെ തേജസ്, കറുപ്പും വെളുപ്പും ഒന്നും അല്ല സൗന്ദര്യം. സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഇസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പള്ളിയിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്, നമ്മളെ ആരും കാണണ്ട, ആരും ശ്രദ്ധിക്കേണ്ട. ഔഗേൻ ബാവയുടെ കൊട്ടേഷൻ ഞാൻ എല്ലാ വേദിയിലും ആവർത്തന വിരസതയായിട്ട് തോന്നിയാൽ ഇനി കുഴപ്പമൊന്നുമില്ല, നിങ്ങളിത് മനസ്സിൽ കോരിയിട്ട് പഠിക്കണം. ഔഗേൻ ബാവ തിരുമേനി പറയും, മക്കളെ, പള്ളിയിലെ പണമെടുത്ത് വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. മനസ്സിലായോ? എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. പള്ളി നമ്മുടെ പേരെടുക്കാനായാൽ നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളവും, യാതൊരു സംശയമില്ല. ഞാൻ അടിവരയിട്ട് പറയട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ അടുത്തിടെയൊന്നും കഴിവതും എന്റെ പത്രത്തിൽ പടം കൊടുക്കാൻ ഞാൻ എങ്ങനെ വന്നാലും ഞാൻ ഒഴിഞ്ഞു മാറാം. അതിന്റെ അർത്ഥം വന്നാൽ തെറ്റൊന്നുമല്ല, കഴിവതും അതിന്റെ ആവശ്യമില്ല. അടുത്തിടയ്ക്ക് OVBSന്റെ ചുമതല വന്നപ്പം എന്റെ പടം പത്രത്തിലൊക്കെ വന്നു. പക്ഷെ എനിക്കറിയാം അത് ആ പ്രശസ്തി വന്നാൽ അതിന്റെ കൂടെ തിരിച്ചടിയും വരുമെന്ന്. അധികം താമസിക്കാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ പറഞ്ഞതാ, എന്റെ ജ്യേഷ്ഠൻ കൊട്ടാരക്കരയിൽ വെച്ച് അറ്റാക്ക് വന്ന് 2 മാസം മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. 57 വയസ്സുള്ള എന്റെ സഹോദരൻ മരിച്ചോടുകൂടി ആ പടം പത്രത്തിൽ വന്നപ്പോഴേക്ക് എന്റെ ആ മറ്റേ സന്തോഷം മുഴുവൻ പോയി. അപ്പോൾ ഒരു കുന്നിനൊരു കുഴിയുണ്ട്, ഒരു വെയിലിനൊരു തണലുണ്ട്, ഇരുട്ടിനൊരു പകലുണ്ട്, ദാഹത്തിന് ഒരു വിശപ്പ്, ദാഹത്തിനൊരു മാറ്റമുണ്ട്, എല്ലായ്പ്പോഴും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ പിതാക്കന്മാർ, പരിമല തിരുമേനിയല്ല, ഇതിൽ നല്ല ഒഴിഞ്ഞു മാറിയത്. പൂർണ്ണ മനസ്സാൽ മശിഹായെ സ്നേഹിച്ച് ഐഹികമാം നശ്വര ബഹുമാനത്തെ വെടിഞ്ഞ് ആത്മാർത്ഥതയാൽ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർ തൻ അപദാനങ്ങളെ വർണ്ണിപ്പാൻ വൈഭവം ആർക്കുണ്ടാകും. ദേവേശ കൃപ ചെയ്യണം. പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, അച്ഛാ എനിക്ക് പള്ളിയിൽ ആരും എന്നെ അറിയുന്നില്ല, ആരും എനിക്ക് ഒരു അംഗീകാരവും വേണ്ട. തറയിൽ കടന്നാൽ തറയിൽ വീഴത്തില്ല. മനസ്സിലായില്ലേ? തറയിൽ കടന്നാൽ തറയിൽ വീഴില്ല. ഇതാണ് പിതാക്കന്മാർ. ഇന്ന് നമുക്കറിയാമോ, അനേക ദേവാലയങ്ങൾ എത്രയോ പഠിത്തമുള്ളവരുണ്ട്, എത്രയോ കഴിവുള്ളവരുണ്ട്, എത്രയോ ആത്മീയത വൈദികരെക്കാൾ കൂടുതലുള്ളവരെ എനിക്കറിയാം. പക്ഷെ എന്താ, അവർക്കാരും അറിയണമെന്നില്ല. കൊട്ടാരക്കര ടൗണിൽ തന്നെ എത്ര കളറുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എത്ര ജുവലറികളുണ്ട്, എത്ര പെയിന്റ് അടിച്ച വീടുകളുണ്ട്. പക്ഷേ ഇതിനേക്കാൾ പവർഫുൾ ആണ് ആരും അറിയാതെ സൈഡിൽ കൂടെ പോകുന്ന 11 kV ലൈനുകളുണ്ട്. ഇതിന് കളറില്ല, ഇതിന് ശബ്ദമില്ല. പക്ഷെ ഇതിന്റെ പവർ അറിയണമെങ്കിൽ ദൂരെ നിന്ന് തൊട്ടാലും മതി, അവൻ കരിഞ്ഞു പോകും. ഇതാണ് ആത്മീയത. നമ്മുടെ ഉള്ളിന്റെ ആത്മീയത, നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ ആരും വിലയിടണമെന്നില്ല, നമ്മളെ എടുത്ത് പൊക്കണമെന്നില്ല. നമ്മളെ പൊക്കുന്നവർ തന്നെ നാളെ എടുത്ത് നിലത്തിടും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എനിക്ക് മനുഷ്യന്റെ യാതൊരുത്തന്റെ സാക്ഷ്യം ആവശ്യമില്ല. നമുക്ക് വേണ്ടി ഹോസന്ന പാടുന്നവർ നമ്മളെ എടുത്ത് നിലത്തിടും. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങൾ ഓർക്കണം. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ, മൂന്നാമത് പറയുന്നുണ്ട്, നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നീ നിർമ്മലനും നേരുള്ളവനുമായിരിക്കണം. ദൈവത്തെ അന്വേഷിച്ചാൽ പോരാ, ദൈവത്തിന്റെ കൂടെ നടന്നാൽ പോരാ. പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ അവിടെ പറയുന്നു. ഇത് കുർബാനയിൽ 13 ക്രമങ്ങളുണ്ട്. അതിൽ ഇവാനിയോസിന്റെ ക്രമമാണ് വൈദികർ മാറി മാറി ചൊല്ലുന്നത്. ആ ക്രമത്തിൽ പറയുകയാണ്, കർത്താവെ, നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടെ നിന്റെ മുമ്പാകെ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാ കുർബാനയിൽ പറയുന്നത്. കർത്താവെ, നിഷ്കളങ്ക മനസ്സ്, വിശുദ്ധ വിചാരം, പരമാർത്ഥമുള്ള നാവ്, ശരീരവെടുപ്പ്, ആത്മധൈര്യം. നോമ്പിൽ ഒരു പാട്ടുണ്ട്, നോമ്പുത്തമമാം പ്രാർത്ഥന ഉത്കൃഷ്ടം നിർമ്മല ഹൃദയം രണ്ടിനെയും വല്ലും. ഞാൻ എന്താ ഇത് സ്ഥിരം പറയുന്നതെന്നറിയാമോ? തിരുവചനം പറയുന്നുണ്ട്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരും. എന്തെല്ലാം ഉണ്ടെങ്കിലും പള്ളിയിലും ആരാധനയ്ക്കും നോമ്പിലും ഒക്കെ ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സാണ് തമ്പുരാൻ കാണുന്നത്. മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ. ഇപ്പോൾ ആ 3 വരി കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കുകയും നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ, പിന്നെ പറയുന്നുണ്ട്, അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും.
അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. പരിമല തിരുമേനി രാത്രിയാമങ്ങളിൽ എത്രയോ മണിക്കൂറുകൾ ദൈവമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ഇത് ഭക്തന്മാരുടെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. എത്ര നീറുന്ന പ്രയാസങ്ങളിൽ ഒക്കെ മാനസിക സമ്മർദ്ദങ്ങളെ, കേസുകളെ, വഴക്കുകളൊക്കെ ധാരാളം നടന്ന സമയത്താണ് ഈ പരിശുദ്ധന്റെ ജീവിതത്തിൽ ധാരാളം സമയങ്ങൾ ദൈവം ഉണർന്നു വന്നിട്ടുണ്ട്. അത് ഉണർന്നു വരാനാണ് ഇവിടെ പറയുന്നത്. നിർമ്മലനായിരിക്കണം, നേരുള്ളവനായിരിക്കണം, ദൈവത്തോട് അപേക്ഷിക്കുന്നവനാണ് ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ശരിക്കൊന്ന് ഒരുങ്ങി, അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയ ചെറിയ 2 പാട്ടും വേദോത്സവ വായനയും ഒരു ചെറിയ നമസ്കാരമായാലും മതി. അത് ഭംഗിയായിട്ട് ചെയ്താൽ ആ നമസ്കാരം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു അനുഭവം കിട്ടും. അതുപോലെ കുർബാനയ്ക്കും ഇപ്പൊ ഞാൻ നാളെ മുതൽ എന്റെ പള്ളിയിലെ സൺഡേ സ്കൂൾ, ഇപ്പം കുട്ടികൾക്കൊക്കെ വരാമല്ലോ, 7 മണിക്ക് തന്നെ കുട്ടികളെല്ലാം അവിടെ വരണമെന്ന് പറഞ്ഞു. ഓരോ അധ്യാപകരും ക്രമീകരിച്ചു. കാരണം എന്തിനാ ഇടയ്ക്കൊക്കെ പള്ളി വന്ന് കയറുന്നത്? കൗമയിൽ തുടങ്ങി കൗമയിൽ അവസാനിക്കുന്നത് കുർബാന, അല്ലാതെ ഇടയ്ക്ക് വന്ന് കയറാനല്ല. നമ്മളിപ്പം കൊട്ടാരക്കരയിൽ നിന്ന്, കൊല്ലത്തുനിന്ന് ബോംബെക്ക് ട്രെയിൻ കയറുമ്പോൾ ഇടയ്ക്ക് കയറിയാൽ റിസർവേഷൻ കട്ടാവുമല്ലോ. കുർബാനയിലും ആരാധനയിലും ഓർക്കണം, നമ്മൾ അങ്ങനെ ശീലിച്ചു നോക്കി. 2.5 മണിക്കൂർ, 2.25 മണിക്കൂർ, ചിലപ്പോൾ 2.25 മണിക്കൂറിനുള്ളിൽ തീരും. അത് കൗമയിൽ തുടങ്ങി കൗമയിൽ അവസാനിക്കുന്നതാണ് വിശുദ്ധ കുർബാന. തലേന്ന് മുതലേ സങ്കീർത്തനങ്ങൾ വായിച്ച് 51-ാം സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാതെ ഒരു പുരോഹിതന് കുർബാന അർപ്പിക്കാൻ അനുവാദമില്ല. സന്ധ്യയ്ക്ക്, പ്രഭാതത്തിന്, തുയവയ്ക്ക് കയറുമ്പോഴും. ഇതെല്ലാം ഒരു ക്രമമാണ്. സങ്കീർത്തനം തന്നെ 7 എണ്ണം വായിക്കണം. 6, 32, 38, 51, 102, 129, 142. ഈ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി തലേന്ന് വൈകിട്ടേ ഒന്ന് ഒരുങ്ങി രാവിലെ ആരോടും സംസാരിക്കരുത്. TV, പത്രങ്ങൾ ഒന്നും, ഫോണും ഒന്നും എടുക്കാതെ രാവിലെ വന്ന് 2.5 മണിക്കൂർ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയാൽ, ഞാൻ പറയട്ടെ, കൈമുത്തി ഇറങ്ങുമ്പോൾ മറ്റൊരു കാര്യം, കൊറോണയായത് വേണ്ട. പണ്ട് ഈ തൂക്കുവിളക്കിലെ എണ്ണയെടുത്ത് കഴുത്തിൽ തൊട്ടിട്ട് എല്ലാവരും പോകത്തുള്ളൂ, ഇല്ലേ? പ്രായമുള്ള അമ്മമാർക്കറിയാം. നെറ്റിയിലിട്ടില്ലെങ്കിൽ പോലും തൊണ്ടനാളത്തിൽ ഇടണം. കാരണം ഇത് ജീവമേശയുടെ മുമ്പിൽ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിന് പ്രതീകമായി ഇട്ടിരിക്കുന്ന വിളക്കിലെ എണ്ണയാണ്. ചിലപ്പോൾ നമ്മുടെ രോഗം മുഴുവൻ ആ കുർബാനയിൽ നിൽക്കുന്നവർക്ക് കുർബാന കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ, ഈ തൊണ്ടനാളത്തിൽ എണ്ണയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളിൽ ഒരു ഓറ വരും. അതുകൊണ്ടാണ് ഈ പണ്ടത്തെ അമ്മയപ്പന്മാരൊന്നും പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞാൽ അന്ന് കുളിക്കില്ല. ആ മുണ്ടും ചട്ടയും ആരും കാണാതെ മടക്കി വെക്കും. കാരണം ഈ ഒരു പവർ ഭയങ്കരമാണ്. സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, ദേവാലയത്തിലോട്ട് പോകുമ്പോൾ നീ കാൽ സൂക്ഷിക്കണം, കിട്ടുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആ തൊണ്ടനാളത്തിൽ വീഴുന്ന, തൊടുന്ന എണ്ണയുടെ പവർ, കുർബാന കൊള്ളുന്ന കുർബാനയുടെ ശക്തി, ഈ ദേവാലയത്തിൽ വന്ന് തിരികെ പോകുമ്പോൾ നമ്മൾ ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് കുന്തിരിക്കുന്നതിന് മണമാണ്. അത് മാത്രമല്ല, അതാണെങ്കിൽ ഉടനെ അത് പോകും. ഇത് മൂറോനാൽ കൂദാശയപ്പെട്ട ദേവാലയത്തിന്റെ മൂറോന്റെ മണം കൂടി ചേർന്നുള്ള മണമാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ചിലര് പറയത്ത, അച്ഛാ ഞാൻ പള്ളിയിലോട്ട് പോകാന്നൊരങ്ങ് ഭയങ്കര പ്രയാസങ്ങളുമായിട്ട്. പൊതുവെ ശ്രദ്ധിച്ചു നോക്കണേ, നമ്മൾ ഈ ശനിയാഴ്ച വൈകിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ തലയിൽ വരും. പക്ഷെ ഒരുങ്ങി തലേന്നും പിറ്റേന്നുമായിട്ട് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി അതെല്ലാം അങ്ങ് മാറും. മല പോലെ വരുന്നത് എലി പോലെ അങ്ങ് പൊയ്ക്കോളും. ഇത് വളരെ ഒരുങ്ങി നിൽക്കണം. ഞാൻ ഈ ഏത് പ്രസംഗം എടുക്കുമ്പോഴും എന്റെ വിശ്വാസം വിട്ടോ കുർബാന വിട്ടോ ഞാനൊരു പ്രബോധനം നടത്താറില്ല. കാരണം അത്ര പവറാണ് ഈ സഭ, അത്ര പവറാണ് ഈ പള്ളി, അത്ര പവറാണ് ഈ കുർബാന. ഇതിന്റെ ശക്തി തിരിച്ചറിഞ്ഞവരുടെ കഴുത്ത് വെട്ടി മാറ്റിയാലും ഈ സഭ വിട്ട് മാറില്ല. അതാണ് ഈ സഭയുടെ ദൈവിക ശക്തി. മറന്നു പോകരുത്. കാരണം ഉണരുന്ന സഭയാണ്, ഉണർവുള്ള സഭയാണ്. അത് ചെണ്ട കൊട്ടുന്നതിലും കിലുക്കുന്നതിലും കൈ കൊട്ടുന്നതിലും അല്ല. അതിനേക്കാൾ ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു തീപ്പൊരിയുണ്ട്, ആ തേജസ് ഉണ്ട്. ആ തേജസ് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അതാണ് വിശുദ്ധന്മാർ നമ്മളെ പഠിപ്പിച്ചത്. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരും. വീണ്ടും പറയുന്നുണ്ട്, നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും, നിന്റെ പൂർവസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അതുകൂടെ പറഞ്ഞിട്ട് ആദ്യത്തെ ആശയം ഞാൻ അവസാനിപ്പിക്കാം. നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരും, നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും, നിന്റെ പൂർവസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഈ പ്രഭാഷകൻ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന 66 പുസ്തകങ്ങളല്ല, സഭ അംഗീകരിച്ചിരിക്കുന്ന 72 പുസ്തകങ്ങളാണ്. അത് അപ്പോക്രിഫൽ ഗ്രന്ഥമെന്ന 6 ഗ്രന്ഥം, തോബിത്ത്, യൂദത്ത്, മക്കാബിയർ 1-2, ജ്ഞാനപുസ്തകം, പ്രഭാഷകൻ.
അതിലെ കിട്ടുന്നവർ ഈ പ്രഭാഷകൻ എടുത്തൊന്ന് വായിക്കണം. സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങളെല്ലാം ചേർന്ന സുന്ദരമായ ഒരു പുസ്തകമാണ് പ്രഭാഷകൻ. കത്തോലിക്ക സമൂഹത്തിൽ ഈ പുസ്തകമുണ്ട്. പ്രഭാഷകൻ 1 മുതൽ അതിന്റെ അധ്യായങ്ങൾ ഏതാണ്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാം. ഇത്രയും ഒരു ക്രൈസ്തവന്റെ ദൈവവിശ്വാസിയുടെ ജീവിതം എങ്ങനെ ധന്യമാക്കി തീർക്കണമെന്ന് കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ വേറെ വായിച്ചിട്ട് അത്ര ലളിതമാണ്. ഡയറക്റ്റായി അർത്ഥവും മനസ്സിലാക്കും. അതിൽ പറയുന്ന ഒരു വരിയാണ്, ആരെയും മരണം വരെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. ഒരു മനുഷ്യന്റെ മരണം കൂടി കണ്ടിട്ട് അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കാവൂ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മരണശേഷമാണ് ആ ഭാഗ്യത ലോകം തിരിച്ചറിഞ്ഞത്. ഒരു മനുഷ്യന്റെയും മരണം കൂടി കണ്ടിട്ട് അവനെ ഭാഗ്യവാനെന്ന് വിളിക്കാവൂ. കൃപ നിറഞ്ഞ മറിയാമെന്നുള്ള പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചേ, അത് മുഴുവൻ ബൈബിളിലെയാ. കൃപ നിറഞ്ഞ മറിയാമേ നിനക്ക് സമാധാനം. പക്ഷെ ഒരു വരി ബൈബിളിലെ അല്ല. ഏത് വരിയാ? അതിന്റെ അവസാനം പറയുന്നുണ്ട്, ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമീൻ. ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമീൻ. വിശുദ്ധന്മാർ പറയുന്ന, കർത്താവേ, ഒരിക്കലും മരണം എന്നെ ഒരുക്കമില്ലാത്തവനായി കണ്ടുമുട്ടരുത്. ഒരിക്കലും മരണം എന്നെ ഒരുക്കമില്ലാത്തവനായി കണ്ടുമുട്ടരുത്. എപ്പോഴും ഒരുക്കത്തോടുകൂടി വൃദ്ധനായ ശിമയോൻ ദേവാലയത്തിൽ വർഷങ്ങളോളം ഒന്ന് കാത്തിരുന്നു. എന്താണ്? എന്റെ യേശുവിനെ ഒന്ന് കാണാതെ, എന്റെ യേശുവിനെ എന്റെ കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് ഈ ലോകം വിട്ടു പോകാം. അങ്ങനെ യേശുവിനെ കയ്യിൽ ഏന്തിയപ്പോൾ വൃദ്ധനായ ശിമയോൻ പറഞ്ഞ വരി എന്താ? ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്താൽ വിട്ടയക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര കുർബാന നമ്മൾ കൊണ്ടു, എത്ര കുർബാനയിൽ സംബന്ധിച്ചു, എത്ര കുടുംബ പ്രാർത്ഥന നടത്തി, എത്ര ആരാധനയിൽ സംബന്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ടോ? മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ ഭൂമി വിട്ടു പോയാൽ ഏത് പ്രായത്തിൽ വിളിച്ചാലും പേടിക്കരുത്. അതങ്ങനെയാണ്. യേശുവിന്റെ ജനനത്തിന് മുമ്പ്, ജനന സമയത്ത് തന്നെ എത്രയോ കുഞ്ഞുങ്ങളെ പാറയിലടിച്ചു കൊന്നു. അതുപോലെ എത്രയോ ചെറുപ്പക്കാർ, പരിമല തിരുമേനി തന്നെ എത്ര വർഷം ജീവിച്ചു. അപ്പൊ ജീവിക്കുന്ന പ്രായമല്ല, പക്ഷെ എന്ന് വിളിച്ചാലും ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ച് ദൈവസ്ഥാനത്തിൽ കണ്ണുനീരൊടുക്കി നിർമ്മലതയോടും നേരോടും കൂടി ജീവിക്കുമ്പോൾ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ചില കുടുംബങ്ങളിലൊക്കെ തന്നെ ചില മരണവും അപകടമൊക്കെ വരുമ്പോൾ നമ്മൾ വിലയിടാറുണ്ട്. അത് ദോഷമാണ്, ശാപമാണ്, അവന്റെ സന്തതി. അങ്ങനെയൊന്നും പറയരുത്. കാരണം ഇതൊക്കെ ഉടയതമ്പുരാനാണ് കാണുന്നത്. നമുക്ക് എന്താണ് വിലയിടാൻ അനുവാദം? ഒരു പക്ഷേ ആലോചിച്ച് നോക്കിയേ, പഴയ നിയമത്തിൽ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട രൂത്ത്, എസ്തേർ, രൂത്തിന്റെ ഭർത്താവ്, നവോമിയുടെ ഭർത്താവ്, 2 മക്കൾ, ഇതെല്ലാം മരിച്ചിട്ടും, മരുമക്കളൊക്കെ മരിച്ചിട്ടും അവിടെ രൂത്ത് നവോമിയോട് പറയുന്ന 5 പില്ലേഴ്സ് എന്താ? Where you go, I will go. Where you stay, I will stay. Thy people shall be my people. Your God, my God. Where you die, I will die. നീ പോകുന്നിടത്തേക്ക് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. പ്രിയമുള്ളവരെ, ആ വരി അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മൾ ഒരു പരിധിവരെ ചിന്തിച്ചാൽ ശപിക്കപ്പെട്ട ഒരു ഭവനമല്ലേ ഭർത്താവ്, മരുമക്കളൊക്കെ മരിച്ചിട്ടും. പക്ഷെ ആ ജീനിയോളജി പുതിയ നിയമത്തിൽ നോക്കി വായിക്കുമ്പോൾ അറിയാം, ശാപം കിട്ടിയ കുടുംബമെന്ന് ധരിച്ച ആ കുടുംബത്തിൽ നിന്നാണ് യേശു ജനിക്കുന്നത്. ബോവാസിന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു മരണമോ ഒരു അപകടമോ ഒക്കെ ഉണ്ടായാൽ അത് കണ്ട് വിലയിട്ടിട്ട് ആ കുടുംബം തകർന്നെന്നും നശിച്ചെന്നും വിലയിട് തമ്പുരാൻ ഒരാളെ ഉയർത്താൻ ഒരു നിമിഷം മതി. ഹഡ്സൺ ടൈലർ പറയുന്നുണ്ട്, ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ താഴ്ത്താൻ പറ്റില്ല. ദൈവം ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ ഉയർത്താനും പറ്റില്ല. ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ താഴ്ത്താൻ പറ്റില്ല. ദൈവം ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ ഉയർത്താനും പറ്റില്ല. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വിശുദ്ധന്മാർ ഈ ജീവിത ദർശനം നമുക്ക് തന്നെങ്കിൽ ചേർന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സഭയിലൂടെ 2 മർമ്മങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 2, യൂക്കറിസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി. 1, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 2, യൂക്കറിസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി. ഇത് രഹസ്യാത്മകമായ തമ്പുരാന്റെ ശരീരം അനുഭവിക്കുന്ന ഒരു സഭയാണ്. 2, ഇത് മുറിക്കപ്പെടുന്ന അപ്പത്തിന്റെ അംശങ്ങളായിരിക്കുന്ന ദൈവമക്കളാണ്. പ്രിയമുള്ളവർ, ഈ കുർബാനയും രഹസ്യാത്മകമായിട്ടുള്ള നമ്മുടെ ആരാധനകളും നമ്മളെ ദൈവമായിട്ട് ധാരാളം അടുപ്പിക്കുമെന്നുള്ള
മർമ്മസത്യം നമ്മൾ മറന്നുപോകരുത്. അങ്ങനെ വരുമ്പം നമ്മുടെ ആദ്യത്തെ ആശയം അവിടെ അവസാനിപ്പിക്കാം. ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കണം. അതിന് ഞാൻ എടുത്ത വാക്യം ഇയ്യോബ് 8:5, 6, 7 വാക്യങ്ങൾ. അതിനോട് ചേർന്ന് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5 കാര്യങ്ങൾ നീതിമാന്റെ സമ്മാനമായി പറഞ്ഞു. നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിനു വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും. ആദ്യത്തെ ആശയം അവസാനിപ്പിക്കട്ടെ. ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമത്തെ വേദഭാഗം വിശ്വാസത്തിന്റെ സ്ഥിരത. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:27. അതിനകത്ത് ബാലന്മാരെ കുറിച്ച് ആ കഥ നമുക്കറിയാം. പക്ഷെ അവിടെ പറയുന്ന ഒരു പ്രാസം ഒപ്പിച്ച 4 വരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:27 വളരെ ശ്രദ്ധേയമായി 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും തലമുടി കരിയാതെയും കാൽ ചട്ടയ്ക്ക് കേടുപറ്റാതെയും ശരീരത്തിന് തീയുടെ മണം പോലും ഏൽക്കാതെയും ഇരുന്നു. നോക്കി, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിച്ചില്ല, തലമുടി കരിഞ്ഞില്ല, കാൽ ചട്ടയ്ക്ക് കേടുപറ്റിയില്ല, ശരീരത്തിന് തീയുടെ മണം പോലും ഏറ്റില്ല. ഇതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. വിശ്വാസത്തിന്റെ സ്ഥിരത. ആദ്യത്തേത് ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിക്കണം. 2, വിശ്വാസത്തിന്റെ സ്ഥിരത. ഈ വിശ്വാസ സ്ഥിരത ലഭിക്കാനാണ് 2 ആശയങ്ങൾ ചേർന്ന് ചിന്തിക്കുക. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. വിശുദ്ധന്മാർ, പരിമല തിരുമേനി ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മുടെ ഈ പാമ്പാക്കുട നമസ്കാരം, ഇവിടെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ ഈ പാമ്പാക്കുട നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥന എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനും ഇപ്പൊ അത് നേരത്തെ അങ്ങനെ ചെയ്യാറില്ല. ഞാനും അത് ദിവസം വായിക്കാറുണ്ട്. നല്ല വരികളാണ്. പക്ഷെ ഈ പാമ്പാക്കുടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വരിയുണ്ട്. കർത്താവേ, ഞെരുക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവാശ്രയവും സമചിത്തതയും കൈവിടരുത്. മനസ്സിലായി? നമുക്കെല്ലാവർക്കും ദൈവാശ്രയമുണ്ട്, പക്ഷെ സമചിത്തത നഷ്ടപ്പെടരുത്. അത് മെയിൻ ഘടകമാണ്. ഞെരുക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവാശ്രയവും സമചിത്തതയും. ആലോചിച്ച് നോക്കി, ഈ 3 പുരുഷന്മാർ, 3 ബാലന്മാർ, അവര് ഒറ്റക്കെട്ടല്ലായിരുന്നു. അതാ വിശ്വാസ സ്ഥിരത. കരിയുന്നെങ്കിൽ ഒരുമിച്ച് കരിയണം, രക്ഷപ്പെടുന്നെങ്കിൽ ഒരുമിച്ച് രക്ഷപ്പെടണം. അതാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. ഇവരെ കൊണ്ടുപോയ കൽദായർ മീറ്ററുകൾ ദൂരെ വെച്ച് കരിഞ്ഞുപോയി. ഇവരെ ബന്ധിച്ചുകൊണ്ടുപോയ കൽദായർ ദൂരെ വെച്ചേ കരിഞ്ഞുപോയി. പക്ഷെ ഇവരെ തീച്ചൂളയിലിട്ടു. അവർ എടുത്ത ഒരു കാര്യം, ഞങ്ങളുടെ ദൈവമല്ലാതെ ഒന്നും ദൈവമല്ല, ദൈവമല്ലാതെ ഒന്നിനെ ദൈവമാക്കുകയും ചെയ്യരുത്. വിശ്വാസ സ്ഥിരതയിൽ ഓർക്ക്. ഇപ്പം തന്നെ ഈ പെരുന്നാളിനെ കുറിച്ച് ചുരുക്കം പേർക്കെങ്കിലും തെറ്റായ ചില ശൈലികളുണ്ട്. ഈ പരിമല തിരുമേനി ദൈവമല്ല, ദൈവത്തെ പോലെ ആരാധനയുടെ ആ മഹത്വം പരിമല തിരുമേനി നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമുക്ക് തൃത്വവിശ്വാസമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇന്ന് പലരും പരിമലയിലൊക്കെ പോകുമ്പോഴും ഓർക്കണം, ഈ വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവമല്ലാതെ ഒന്നിനെയും ദൈവമാക്കരുത്. പിതാവ്, പുത്രനും പരിശുദ്ധ റൂഹ, ആ വിശ്വാസം കഴിഞ്ഞിട്ടേ ശുദ്ധവാന്മാരെ ശുദ്ധിമതികളെയും ഓർക്കുന്ന കാര്യമുള്ളൂ. കാരണം പരിമല തിരുമേനി എടുത്തത് യേശുവിന്റെ തിരുശരീരക്തങ്ങളാണ്. പരിമല തിരുമേനി അപേക്ഷിച്ച് ദൈവത്തോടാണ്. പരിമല തിരുമേനി മധ്യസ്ഥ അണച്ച ദൈവത്തോടാണ്. അപ്പോൾ ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമല്ല നമ്മൾ പരിമല തിരുമേനി കൊടുക്കേണ്ടത്. പരിമല തിരുമേനി എങ്ങനെ ഭൂമിയിൽ ദൈവത്തിനായി ജീവിച്ചു, എങ്ങനെ ജീവാന്ത്യം വരെ ദൈവത്തോടെ ചേർന്ന്, ആ മധ്യസ്ഥത ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ആ വിശ്വാസ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ പറയുന്നുണ്ട്, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും ശരീരത്തിന് തീയുടെ മണം പോലും ഏൽക്കാതെ ഇരുന്നു. ഞാൻ ഈ 2ാമത്തെ ആശയം എടുക്കാനുള്ളൊരു കാര്യം, ഇപ്പം കേരളത്തിൽ കൊറോണ വന്ന് ഏതാണ്ട് കണക്ക് കറക്റ്റ് ആണോ എനിക്ക് അറിയില്ല, 36,000 പേർ മരിച്ചെന്ന. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തു. 2 തരത്തിലുള്ള പിശാച് നമ്മളെ വീഴിക്കുന്നത്. 1 ഭയം തരും, 2 കടം തരും. 1 ഭയം തരും, 2 കടം തരും. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ 365 പ്രാവശ്യം എന്തിനാ ഭയപ്പെടേണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? 216 പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ടും ബാക്കി ഇൻഡയറക്റ്റ് ആയിട്ടും, പ്രത്യേകിച്ച് യെശയ്യാവിലും എഹെസ്കേലും ഒക്കെ തന്നെ, പിന്നെ സങ്കീർത്തനങ്ങൾ വേറെ തരത്തില. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മനസ്സിന്റെ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടിയാ. പ്രിയമുള്ളവരെ,
അതിനാണ് യേശുവേ എന്ന് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം. ഞാൻ അബദ്ധമായി എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമയം ഓർക്കുക. ഞാൻ കർത്താവെ, അച്ഛനായിട്ട് പോലും ഇടയ്ക്കെല്ലാം, വൈദികനായിട്ട് പോലും ഇടയ്ക്കെല്ലാം ഞാൻ യേശുവേ എന്ന് വിളിക്കാൻ എനിക്ക് സമയം കണ്ടെത്തിയില്ല. പക്ഷെ ഇപ്പം കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ കുട്ടിമാമയുടെ ഇടയ്ക്കൊക്കെ ഞാൻ ചെല്ലുമ്പോഴും ഒരു 10 മിനിറ്റ് ഇരുന്ന് യേശുവിനെ കുറിച്ചും ദൈവകാര്യവും പറഞ്ഞ് വേറെ ഒന്നും പറയാറില്ല. അടുത്തിടയ്ക്കാണ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് സംസാരിക്കാൻ സാഹചര്യം കിട്ടിയത്. അവിടെ ഒരു പ്രാർത്ഥന വന്നു. നമ്മൾ ആരോടും മറ്റു കാര്യങ്ങൾ പറയാൻ പോകരുത്. ഒരാളുടെ കുറ്റവും കുറവും, പള്ളിക്കാരും അച്ഛന്മാരുടെ കുറ്റവും ഇതൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഉള്ള ശക്തി നഷ്ടപ്പെടുകയുള്ളൂ. അതിന്റെ അർത്ഥം അതിനെയൊക്കെ ന്യായീകരിക്കണമെന്നല്ല. കുറവുകളും കുറ്റങ്ങളും വരാൻ പാടില്ല. അത് വരുമ്പം ഉടയതമ്പുരാൻ അതൊക്കെ ചോദിക്കട്ടെ. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി അതിന് പ്രകാരം ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന ശക്തി എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അതാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധന്മാർ കാണിച്ചു തന്നോ അപ്രകാരം ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഓർക്കണം, എന്റെ ദൈവം വലിയവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെ ഇത്രയും പഠിത്തമുണ്ടായിരുന്നു? പണ്ടൊക്കെ ഇത്രയും പണമുണ്ടായിരുന്നു? ഒരു കുടുംബത്തിൽ 8, 10, 12 മക്കളാ. ആ 10 മക്കളിൽ 6, 7 പെൺമക്കളാ. പക്ഷെ ഏതെങ്കിലും അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യൂ? കടഭാരത്താൽ ഇറങ്ങി ഓടാറുണ്ടോ? ഇല്ല. അവർക്കൊരു കാര്യം ഉണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ സ്ഥിരത. എന്തു വരുമ്പോഴും എന്റെ പെൺമക്കളെ ദൈവം നോക്കും. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കും. അതിനെന്ത് വേണം? ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കാര്യം. പരിമല തിരുമേനിയുടെ മറ്റൊരു ശ്രേഷ്ഠതയാണ്, യാമങ്ങളുടെ നമസ്കാരത്തിൽ നിഷ്ഠയായിരുന്നു. അതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ നമ്മുടെ കാതോലിക്ക ബാവ തിരുമേനി നമ്മുടെ സഭയെക്കുറിച്ച് എന്തെല്ലാം വിമർശനങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റ് ധാരാളം പേർ ഇതിനെക്കുറിച്ച് കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ ബാവ തിരുമനസിന്റെ കൈമുട്ട് നോക്കി ഗോലി പോലെ കറുത്തിരിക്കുകയാണ്. ഒരൊറ്റ നമസ്കാരം വെളുപ്പിലെ 3:30 ഏതെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ് വന്നാലും 4:30 എഴുന്നേറ്റ് ചാപ്പലിൽ 5 മുതൽ 6:30 വരെയുള്ള നമസ്കാരം കഴിയുമ്പോൾ വീണ്ടും പാമ്പാകൂടെ നമസ്കാരം ചൊല്ലി കുമ്പിട്ട് ഇങ്ങനെ നമസ്കാരത്തിൽ സുഖം കണ്ടെത്തിയ ഒരു പിതാവാണ് നമുക്ക്. വീണ്ടും ഓരോ തവണകളും മാറി മാറി നമുക്ക് പിതാക്കന്മാർ വരുമ്പോൾ ഓരോ പിതാക്കന്മാരും നമുക്ക് കാണിച്ചു തന്ന ആത്മീയ ദർശനം എത്ര വലുതാണ്. അതുകൊണ്ട് ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്, ഉപവസിക്കുന്ന ഒരു പിതാവ്, നോമ്പ് നോക്കുന്ന ഒരു പിതാവ് നമുക്ക് ഇടയനായി ഉണ്ടെങ്കിൽ ഈ സഭ ശ്രേഷ്ഠമാണ്. ഇതാണ് പരിമല തിരുമേനിയുടെ, ഇതാണ് നമ്മുടെ ബാവ തിരുമേനിയുടെ, നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ വൈദികരുടെ. ഓർക്കണം പ്രിയമുള്ളവരെ, എന്നെ അലങ്കാര വസ്ത്രം ധരിച്ചിടും ദൈവമേ, മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ചേർന്നു വരില്ല. ഇന്ന് ധാരാളം പേർക്ക് സന്തോഷം. പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ വന്നാലും അച്ഛന്മാരുടെയും പള്ളിയുടെയും സഭയുടെയൊക്കെ കുറ്റം പറയും. യൂട്യൂബിലൂടെയൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്നുവരെയും ഒരച്ഛന്റെ ഇങ്ങനെയുള്ള കുറവുകളോ കുറ്റങ്ങളോ പള്ളിയുടെയോ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഞാൻ യൂട്യൂബിൽ വായിക്കാറുമില്ല, ഷെയർ ചെയ്യാറുമില്ല. നമുക്ക് എന്ത് കിട്ടാനാ? നമ്മുടെ ഉള്ള ശക്തി നശിക്കുകയല്ലേ ഉള്ളൂ. ഗലാത്യ ലേഖനം 6:1 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയോടുകൂടി യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിപ്പീൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അത് പള്ളിയിലാണെങ്കിലും പൊതുകാര്യത്തിൽ. അതിന്റെ അർത്ഥം പള്ളിയിൽ നടക്കുന്ന എല്ലാ കാര്യവും സമ്മതിച്ചു കൊടുക്കണമെന്നല്ല. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും നമുക്ക് ശക്തമായി പറയാം. പക്ഷെ ഒരു കാര്യം, ഈ ദേവാലയം എന്റെ കണ്ണുനീരൊഴുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ എന്റെ കാൽപാദങ്ങൾ മാത്രമല്ല, എന്റെ കണ്ണുനീർ കൂടി അൻപടയോനെ യാചിക്കേണ്ടും വെളിവ് നിറഞ്ഞ ഒരു ഈശോ സമയത്ത് വീഴ്ത്തി എന്റെ സന്തതി, എന്റെ തലമുറ നാളെ ശോശപ്പ കൊണ്ട് മൂടി തൈലമൊഴിച്ച് ഈ മണ്ണിലേക്ക് വെക്കുമ്പോൾ, അവിടെ തൈലമൊഴിക്കുമ്പോൾ പറയുന്നുണ്ട്, പ്രയത്നമുള്ള വിശ്രമത്തിനും വിശുദ്ധന്മാരുള്ള സഹവാസത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തൈലമൊഴിച്ച് വെക്കുമ്പോൾ ഓർക്കണം, വിശ്വാസത്തിന്റെ സ്ഥിരത, ധീരത നമ്മുടെ മക്കളെ കാണിക്കണം. അതിന് ഏറ്റവും പ്രധാനമായി വലിയ ഭക്തരാവാൻ പറ്റില്ല. ഇപ്പൊ ഒരാഴ്ച തന്നെ 168 മണിക്കൂറുണ്ട്. എന്റെ ബലമായ വിശ്വാസം, പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വൈകിട്ടത്തെ പ്രാർത്ഥനയേക്കാൾ സ്ട്രോങ് ആയിരുന്നു അതിരാവിലെയുള്ള പ്രാർത്ഥന. ഇപ്പം ഈ ബ്രഹ്മമുഹൂർത്തം കേട്ടിട്ടില്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാ. നിങ്ങൾ എഴുതി വെച്ചോ, ഡയറിയിലോ ബൈബിളിലോ എഴുതി വെച്ചോ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നോക്കി. ഇപ്പം പ്രാർത്ഥന ഇല്ലെന്നല്ല,
അമ്മയുടെ ഭാഗത്ത്, അപ്പന്റെ ഭാഗത്ത്, മക്കളുടെ രീതിയിൽ. ചില കുടുംബങ്ങൾ നന്നായി നമസ്കാരം നടത്തും. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്, ഈ രാവിലെ 4:30-5:30 നമസ്കാരം നടത്തി ഒരു മനപ്രാർത്ഥനയൊന്നും വേണം. ആ നമസ്കാരം നടത്തുന്ന വീട്ടിൽ എത്ര പ്രയാസം വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും അവിടെ ദൈവാനുഗ്രഹം ഒഴുകിയെത്തും. ഇപ്പൊ സെമിനാരിയിൽ ഞങ്ങൾക്ക് നമസ്കാര സമയത്ത് ഒരു എക്കാറ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ നടു റാ പോലെ വളഞ്ഞതാ, റാ പോലെ ഇരിക്കുക. പക്ഷെ എല്ലാ നമസ്കാരത്തിനും വന്നിട്ട് ഞങ്ങളുടെ ശമാശന്മാരെക്കാൾ വലിയ സൗണ്ടില്ല, തുബ്ദേന്റെ സമയത്തും ഇരിക്കത്തില്ല, വെളിയിൽ പോയി നിന്നുകൊണ്ട് വായിക്കും. ഞാൻ ആലോചിച്ചു, ഇത്രയും മണിക്കൂറുകൾ എങ്ങനെ ഈ അമ്മ നിൽക്കും? എല്ലാ നോയമ്പും എടുക്കും, എല്ലാ ഉപവാസവും എടുക്കും. ഒരിക്കൽ ഞാനും മറ്റൊരു ശമാശനൂടെ ചെന്നപ്പോൾ ഞങ്ങൾ ധരിച്ച് ഈ പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നത് കൊണ്ട് വീട്ടിലൊക്കെ ഭയങ്കര പണവും സ്വത്തും ഒന്നും അല്ല, എന്തെല്ലാം തകർച്ചകളുള്ള ഒരു ഭവനം. ഉടനെ ഞങ്ങള് ഒരു ചോദ്യം ചോദിച്ചു, അമ്മേ, ഇത്ര കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടും നടുവിന്റെ കൂനും മാറുന്നില്ല, കഴുത്തിൽ ചെറിയൊരു മുഴയുണ്ട്, അത് മാറുന്നില്ല, ഈ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചയില്ല. പക്ഷെ തൊട്ട് കണ്ണുനീരൊഴുക്കി പറഞ്ഞൊരു വരി, എന്റെ ശമാശന്മാരെ മക്കളെ, അച്ഛൻ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്റെ കൂന് മാറാനും എന്റെ മുഴ മാറാനും എനിക്ക് പണം കൂടാനും ഒന്നുമല്ല. എന്റെ സന്തതികൾ തലമുറകളായി അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് ജീവനോടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ആത്മാവിലെങ്കിലും കാണാനാ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച വെയിലാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച വെയിലാണ്. യഹോവ നല്ലവൻ, രുചിച്ചറിവേൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദൈവത്തെ നമ്മൾ തൊട്ടറിയണം, രുചിച്ചറിയണം. സമയം കിട്ടുമ്പോഴെല്ലാം വേദോത്സവം വായിക്കണം. ഞാൻ ഈ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് പറയട്ടെ, ഒരു 10-500 വാക്യമെങ്കിലും ഇനി കാണാതറിയാം. 300 മസ്റ്റായിട്ട്. സങ്കീർത്തനങ്ങൾ പലതും ഞാനിപ്പോ 119 പകുതിയോളം കാണാതെ പഠിച്ചു. കാരണം ഇത് വായിക്കാതിരുന്നാൽ, ഇത് ചൊല്ലാതിരുന്നാൽ, യേശുവെന്ന് വിളിക്കാതിരുന്നാൽ നമ്മൾ ആരാണെങ്കിലും മൃഗത്തിന് തുല്യമായ ലോകം വിട്ടു പോകേണ്ടി വരും. ശരിക്ക് പള്ളി അറിയണം, ശരിക്ക് ദൈവത്തെ അറിയണം, വിശ്വാസ സ്ഥിരത ജീവിക്കണം. നമ്മളെ ആരും ഒരു അഡ്രസ്സിലും അറിഞ്ഞില്ലെങ്കിൽ പോലും ഒറ്റ പേര് നമുക്ക് കിട്ടിയാൽ മതി. ഒരു കുടുംബ പേരിൽ നമ്മളെ അറിയണ്ട. നമുക്ക് മരണസമയത്ത് കിട്ടേണ്ട ഒരൊറ്റ അഡ്രസ് ഇതേ ഉള്ളൂ. ഏതാണെന്ന് അറിയാമോ? ദൈവകൃപയുള്ള മനുഷ്യൻ. അത് മതി. വേറെ ഒരു അഡ്രസ്സും നിലനിൽക്കത്തില്ല. ഇപ്പം തന്നെ പള്ളിയിൽ കണ്ടിട്ടില്ലേ, ഒരുപാട് ഇപ്പം കുറെ കുറഞ്ഞിട്ടുണ്ട് അനുശോചനം. ശരിക്കും തെറ്റാണ്. പള്ളിയിൽ അനുശോചനമില്ല, നമുക്കുള്ളത് അനുസ്മരണമാണ്. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ച് ഭക്തരായി മരിച്ചവർ കരുളണമേ നല്ല ഓർമ്മ. ഈ ദൈവസന്നിധിയിൽ പോകുമ്പോൾ പിന്നെ എങ്ങനെ അനുശോചനം വരുന്നത്? പിന്നെ നമ്മളൊരു ലോജിക്കായിട്ട് 3-4 പേർ. പക്ഷെ ഈ ചില സ്ഥലത്തൊക്കെ ചെന്ന 10-20 പേര് ഈ സമയത്ത് കയറി വരിക. ജീവിച്ചിരിക്കുമ്പോഴൊന്നും അവരെ കുറിച്ച് ഒരു നല്ല വരി പറയാനില്ല. നമുക്കുള്ളത് ക്രിസ്തുവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണല്ലോ ആ 4ാമത്തെ ക്രമത്തിന്റെ സദറയിൽ ഒരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആത്മാക്കളുടെ രക്ഷിതാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായുടെ ശരണവും ശരണമായുടെ പ്രത്യാശയും മരിച്ചവരുടെ ഉയർപ്പും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും. അങ്ങനെ വളരെ പ്രത്യാശയോടാണ് വിശ്വാസ സ്ഥിരതയോടെ ജീവിച്ച ആത്മീയ മക്കൾക്ക് കിട്ടുന്ന ആത്മീയ പ്രാർത്ഥന ഈ ക്രമങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ വിശ്വാസ സ്ഥിരത അങ്ങനെ വന്നാൽ ആര് നമ്മളെ കണ്ണുകെട്ടി കാലു ബന്ധിച്ച് തീച്ചൂളയിൽ എരിഞ്ഞാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇത് ഞാൻ നേരെ കുടുംബ ബന്ധമായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ ബാലന്മാർ തീച്ചൂളൽ വീണിട്ടും എരിയാതിരുന്നതിന്റെ കാരണം വിശ്വാസ സ്ഥിരതയാണെങ്കിൽ, ഈ പരിശുദ്ധന്മാരുടെ ജീവിതം ഉള്ളിന്റെ ഉള്ളിൽ കത്തിച്ച ആ തീക്കനൽ ദൈവികമാണെങ്കിൽ, ഈ കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരും ഓർക്കണം, നമ്മളെയും തമ്പുരാൻ പള്ളിയിൽ വെച്ച് യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, മണവാളന്റെയും മണവാട്ടിയുടെയും കൈ പിടിച്ച് യോജിപ്പിച്ചിട്ട് അതിന്റെ കൂടെ പുരോഹിതന്റെ കൈ കൂടി വെക്കും. എന്നിട്ട് അവിടെ ഒരു വിളി വിളിക്കുന്നുണ്ട്, മക്കളെ. കല്യാണത്തിന് മക്കളെ എന്ന് വിളിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം ഹൃദയവിചാരങ്ങൾ അറിയുന്നതിന് മുമ്പാകെയാണ് നിൽക്കുന്ന. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. അപ്പോൾ ഈ പുരോഹിതൻ ഈ കൈ പിടിച്ചു വെക്കുമ്പോൾ ഈ കൈ വിളക്കിനും നമസ്കാരമേശയ്ക്കും കുർബാനയ്ക്കും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് വെച്ചിട്ട് പറയുന്നത്, മക്കളെ, നിങ്ങളെ ഇപ്പോൾ ഇതാ ഈ സമയം മുതൽ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. സ്ത്രീകൾ മുടി പിന്നുമ്പോൾ 3 ഇഴ എടുക്കും, പക്ഷെ 2 ഇഴയെ പുറത്ത് കാണത്തുള്ളൂ, 1 ഇഴ മറയപ്പെട്ടിരിക്കും. ഇതേപോലാണ് മണവാളന്റെ മണവാട്ടിയുടെ ചേർന്ന് പുരോഹിതന്റെ കൈ ദൈവിക മധ്യസ്ഥനായിട്ട് വെക്കുമ്പോൾ ആ കൈ പിന്നെ നിങ്ങളുടെ കൂടെ കാണില്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ദൈവം ഉണ്ടായിരിക്കണം. ദൈവമല്ലാതെ
ജീവിച്ചാൽ, ആ വിശ്വാസ സ്ഥിരതയില്ലാതെ ജീവിച്ചാൽ അവിടെയാണ് ഡിവോഴ്സും സാഹചര്യങ്ങളും പിണക്കവും ഒക്കെ കടന്നു വരുന്നത്. ചില കുടുംബങ്ങളിലൊക്കെ തന്നെ സാഹചര്യം കൊണ്ട് ഡിവോഴ്സ് ഉണ്ടാകുന്നെങ്കിലും ഒരു പരിധി വരെ ഞാൻ പറയട്ടെ, കുടുംബ പ്രാർത്ഥന മുടങ്ങിയതും പരസ്പരം ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു പോയതുമാണ് ഈ കുടുംബം തകർന്നു പോകാനുള്ള മെയിൻ കാരണം. ഒരു സംശയം വേണ്ട. നിങ്ങൾ എഴുതി വെച്ചു, കൃത്യമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ നിലത്തിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന വീട്ടിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും ആ വിശ്വാസത്തിൽ അവർ ജീവിക്കും. പണ്ടത്തെ പൂർവികർ എവിടെയാണ് പിരിഞ്ഞത്, എവിടെയാണ് മാറിപ്പോയത്, എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? അവർക്കൊരു ദൈവാശ്രയം ഉണ്ടായിരുന്നു, അവർക്കൊരു ദൈവിക സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 5 വരി കൂടെ ഒന്ന് ചേർത്ത് പഠിച്ചേ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ. ഈ തീക്കനലിൽ ബാലന്മാരെ കൊണ്ടിട്ടതുപോലെ ഈ കുടുംബജീവിതം ഒരു തീക്കനലാണ്. തീയല്ലോ ഈ മദ്ബഹ. ആദ്യം നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ വിശുദ്ധ കുർബാന പരിമല തിരുമേനി കൈകളിൽ ഏന്തി ലോകത്തിന് പ്രകാശമായി തീർന്നെങ്കിൽ കുടുംബജീവിതത്തിൽ ഓർക്കണം, കല്യാണം കഴിഞ്ഞാൽ പള്ളിയോടും കുർബാനയോടും ജീവമേശയോടുള്ള ബന്ധം നിങ്ങൾ പോകരുത്. രാവിലെ തന്നെ ഈ കേരളത്തിന് പുറത്തൊക്കെ ചെന്നാൽ അത് പ്രാർത്ഥന യോഗത്തിനാണെങ്കിലും കുർബാനയ്ക്കാണെങ്കിലും ഒരുമിച്ചാണ് ഭാര്യ, കാരണത്ത് ഒരുമിച്ച് വരാൻ നോക്കും. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കാണും. അതൊരു വലിയ ശ്രേഷ്ഠതയാണ്. പള്ളിയിൽ എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഇവിടെയും ധാരാളം പേര് പള്ളി നിങ്ങൾ ഒരുമിച്ച് വന്നു നോക്കി, അപ്പനും അമ്മയും മക്കളും കൂടെ. സാഹചര്യം കൊണ്ട് ജോലിയോ അത് പോട്ടെ, അല്ല, പറ്റുന്നവർ ഒരുമിച്ച് പള്ളിയിൽ വന്നേ, ഒരുമിച്ച് ആരാധിച്ച്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലരുണ്ട് പള്ളിയിൽ കുർബാന തുടങ്ങി തീരുന്നത് വരെ അത്ര നിഷ്ഠയോടേക്കും. മറ്റു ചിലരെ എനിക്കറിയാം 10 മണിക്ക് കുർബാന തീരും, 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് പറയുന്നത് എന്തോന്നറിയാമോ, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ. എന്തോ തമ്പര അവിടെ സുഖമില്ലാതെ നടക്കുമെന്ന്, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ. ഇപ്പൊ ബിജിയാസി കയറാം, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ കയറാം, പള്ളി കയറരുത്. യഹോവയുടെ ആലയത്തിലോട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. നാളെ ബറിയോന ശീമോനോട് യേശുക്രിസ്തു പറയുന്ന ഒരു വരിയുണ്ട്, ബറിയോന ശീമോനെ, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം നീ കൈനീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. ഇന്ന് നമ്മുടെ യൗവനകാലമാണ്. നാളെ പള്ളിയിൽ വരണമെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കാണില്ല, ചെവിയുടെ കേൾവി, നടുവിന്റെ സ്പന്ദനം, ഹൃദയത്തിന്റെ വാലുകൾ അടയും. അന്ന് പറയും, മക്കളെ എന്നെ പള്ളിയിലൊന്ന് കൊണ്ടുപോകും. വേലക്കാരോ മക്കളോ മരുമക്കളോ വിചാരിക്കണം, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. എന്റെ യഹോവയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയണം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ. യഹോവയുടെ ആലയത്തിൽ പാർക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ മനോഹരമാണ്. ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തോട്, ദേവാലയത്തോട് ഒക്കെ വിശ്വാസം വന്നാൽ ഏത് ക്രമങ്ങളിലൂടെ നമ്മളെ നടത്തിയാലും ഉറച്ചു തന്നെ നിൽക്കും. അതാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. വീണ്ടും കുടുംബജീവിതത്തിലേക്ക് ചിന്തിക്കാം. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വീണ്ടും സ്ലീവ. കുടുംബജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, കുരിശില്ലാതെ ഒരു കുടുംബമില്ല. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ എത്ര ത്യാഗങ്ങൾ സഹിച്ചു. ഏത് കുടുംബം നിങ്ങൾ എടുത്ത്, ഇവിടെ ഇരിക്കുന്ന കുടുംബമായാലും ഒന്നുകിൽ ഭാര്യയ്ക്ക് അസുഖം, അല്ലെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേദനയില്ലാത്ത ഏതെങ്കിലും കുടുംബം ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ദൈവമേ, ഈ വേദനകൾ വരുമ്പോഴും നിന്റെ കൃപ, ഒരുമിച്ച് പറഞ്ഞേ, എനിക്ക് മതി. ഒരുമിച്ച് പറഞ്ഞേ, നിന്റെ കൃപ എനിക്ക് മതി. കർത്താവ്, ഈ വേദന മാറാനല്ല പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. ഈ വേദനയിൽ വരുമ്പോഴും നിന്റെ കൃപ എനിക്ക് മതി. പൂർവ്വ പിതാക്കന്മാർ ഇതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യം ചെയ്തിരുന്നു. അന്നൊക്കെ രാവിലെ എഴുന്നേറ്റാൽ പൂർവ്വ പിതാക്കന്മാർ കർത്താവ്, എനിക്കൊരു വേദന തരാനാ. തന്നില്ലെങ്കിൽ സന്ധ്യാ നമസ്കാരം കഴിയുമ്പോൾ വിളക്കിൽ കൊണ്ട് ചൂണ്ടുവിരൽ കാണിക്കും. സൂത്താറ കഴിഞ്ഞിട്ട് മുട്ടുസൂചി കൊണ്ട് ചൂണ്ടുവിരൽ കുത്തി ബ്ലഡ് വരുത്തും. അതാണ് പിതാക്കന്മാർ. ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്ന ദൈവിക സ്നേഹമാണ് കുടുംബജീവിതവും ജീവിത പ്രകാശങ്ങളും. സ്ലീബ കുടുംബജീവിതങ്ങളിൽ ഓർക്കണം. മൂന്നാമത് പറയുന്നുണ്ട്, ഏവൻഗേലിയോൻ, തിരുവചനം വായിക്കാൻ അതൊരിക്കലും മുടങ്ങരുത്. പള്ളിയിലൊക്കെ കല്യാണം കഴിയാറാവുമ്പോഴേക്കും ട്രസ്റ്റി ഒരു ബൈബിൾ കൊണ്ടുവന്ന് വികാരിയച്ഛൻ്റെ കൊടുക്കും. അച്ഛൻ അത് ഒപ്പിട്ട് സീൽ ചെയ്ത് 2 പേരുടെ കയ്യിൽ തരുന്ന, നിങ്ങൾക്ക് ബൈബിൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പള്ളിയിൽ നിന്ന് തരുന്ന ആ ബൈബിൾ കളയരുത്. വന്ദിനായ ജോഷുവാച്ചൻ പറയാ,
എന്റെ കയ്യിൽ കല്യാണ സമയത്ത് ഞാൻ മേടിച്ച ബൈബിള് 56 വർഷമായിരുന്നു. അത് 5 പ്രാവശ്യം ബൈൻഡ് ചെയ്ത് ഇപ്പോഴും അച്ഛൻ ആ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആലോചിച്ച് നോക്ക്, 93 വയസ്സ്, 68ാമത്തെ പുസ്തകം എഴുതി, 3 സർജറി, ക്യാൻസറിന്റെ തന്നെ കഴിഞ്ഞു, അല്ലാതെ 4 ഓപ്പറേഷൻ. ഇപ്പോഴും അസുഖങ്ങളുണ്ട്. കൊച്ചമ്മ അടുത്തിടയ്ക്ക് ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പോഴും പറയാണ് വിശ്വാസ സ്ഥിരതയോടെ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവം, യഹോവ എന്റെ ജീവന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? കോട്ടപ്പുറം പള്ളിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും തീക്കനൽ വീണാലും എന്റെ ദൈവം വലിയവനാണ്. അവൻ എന്നെ കരിക്കുന്നെങ്കിൽ കരിക്കട്ടെ, ഉയർപ്പിക്കുന്നെങ്കിൽ ഉയർപ്പിക്കട്ടെ. ബാലന്മാർ ഒരുമിച്ച് വീണതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങളുടെ കൈ പിടിച്ച് യോജിപ്പിച്ചാൽ അന്നൊരു തീരുമാനം എടുക്കണം. ഇരുമയല്ലവരീം ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. പാരാവാം സാക്ഷികളാം പാവന മംഗല്യം ഹാബേൽ വനികയിലെ ആദിമദമ്പതിമാർ ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ദൈവമേ, പള്ളിയിൽ വെച്ച് എനിക്കൊരു ഭർത്താവിനെ തന്നു, പള്ളിയിൽ വെച്ച് എനിക്കൊരു ഭാര്യയെ തന്നു. ഇനി മേലാൽ എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ വിട്ടൊരു ജീവിതം എനിക്കില്ല. മരിക്കുമ്പോൾ പോകട്ടെ. വിവാഹോദാശ തന്നെ പാടുന്നില്ലേ, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടിയില്ല. കുഞ്ഞെ, നിനക്ക് ഇന്നൊരു ഭാര്യയെ ഞാൻ തരുന്നു, നിനക്കൊരു ഭർത്താവിനെ. വേറെ മേലാൽ ഒരാളെ ഇനി മോഹിക്കരുത്. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടിയില്ല. ലോകത്തിന്റെ അവസാനത്തിൽ, വാച്ച് പെട്ടെന്ന് നിർത്താം കേട്ടോ, 5 മിനിറ്റ് കൂടെ. ലോകത്തിന്റെ അവസാനക്കല്ല, കോട്ടപ്പുറം പള്ളി ഒരുപാട് കല്യാണം നടന്നിട്ട് എല്ലാവരും ഒന്ന് പാടി. അപരനെ നീ മോഹിക്കാത്തതിന് നിന്നെ ഞാനും കൈവിടിയില്ല. ലോകത്തിന്റെ അവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തന്നെ. താതാത്മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണു. എന്തോരം നല്ല കൊയർ. ഞാനിനി വേറെ കൊയറൊന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും പാടുമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ എല്ലാ പാട്ടുകളും. പക്ഷെ പലപ്പോഴും ഈ കൊയറിന്റെയൊക്കെ ശബ്ദം അല്പം കൂടുന്നതുകൊണ്ട് ചിലപ്പം ഈ ജനങ്ങളൊന്നും പാടാം. പണ്ടൊക്കെ അങ്ങനല്ല, ഇതെല്ലാവരും ഒക്കെ ചേർന്ന് പാടും. ഗായകസംഘം ഉണ്ടെങ്കിൽ പോലും ജനങ്ങളൂടെ ചേർന്ന് ആലപിച്ച് ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാകണം. കാരണം നമ്മളെ ദൈവം യോജിപ്പിച്ചു. ഇനി മേലാൽ മറ്റ് ബന്ധങ്ങളോ കൂട്ടുകെട്ടോ ഒന്നുമില്ലാതെ മരണം വരെ സൂക്ഷിക്കുന്ന ദൈവീയ ക്രമങ്ങളിൽ ഇരിക്കുമ്പം നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ നിന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇത് പറയാൻ കാരണം, മരണം വരെ ഓർക്കുക, സ്വന്തം ഭർത്താവ് വീണാൽ മരിച്ചാൽ അതിന് ഈക്വലായി നമുക്ക് തണലായി വേറെ ആരും കിട്ടില്ല. ഭാര്യ മരിച്ചാൽ അതിന് തുല്യമായി വേറെ ആരും കിട്ടില്ല. അടുത്തിടയ്ക്ക് ചില ചുരുക്കം കുടുംബങ്ങളുടെ കൗൺസിലിംഗിൽ എനിക്ക് കിട്ടിയ ഒരു കഴിവ് പ്രിയപ്പെട്ടവർ ഓർക്കണം. ചില കുടുംബങ്ങൾ അപ്പനും അമ്മയും മക്കളോട് ചേർന്ന് അപ്പനെ ഒറ്റപ്പെടുത്തും. ചിലരുടെ തിരിച്ചെയ്യരുത്. ഒരു കാരണവശാലും ദൈവം തന്ന ഭർത്താവിനെ, അപ്പനെ കാണപ്പെട്ട ദൈവമാണ് അപ്പൻ, അമ്മ കാണപ്പെട്ട ദൈവമാണ്. അവരെയൊക്കെ ഒരുമിച്ച് നിർത്തണം. ഞാനും എന്റെ ഭാര്യ അല്ലല്ലോ, ഞാനും എന്റെ മക്കളും അല്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും വഴക്കും കൊച്ചു പ്രയാസങ്ങളൊക്കെ കാണും, പക്ഷെ ഒറ്റക്കെട്ടാണ്. ദ ഫാമിലി പ്രേസ് ടുഗദർ, സ്റ്റേസ് ടുഗദർ. അതാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. ഇത് അതുകൊണ്ടാ പണ്ടൊക്കെ കല്യാണം നടത്തുമ്പോഴേ തിങ്കളാഴ്ചയാണെങ്കിലും കുർബാന ചൊല്ലിയ കല്യാണം നടത്തും. ഇന്ന് അത് ഞായറാഴ്ച കുർബാന കൊണ്ടിട്ട്, പണ്ടത്തെ കുർബാന, പണ്ടത്തെ അച്ഛന്മാർ അന്ന് കുർബാന അർപ്പിച്ച് 9 മണിയാകുമ്പോഴേക്കും മണവാളൻ വീട്ടിൽ പോയി മണവാട്ടി വന്നിരുന്ന് 10 മണിയാകുമ്പോഴേക്കും മണവാളൻ വെള്ളമുണ്ടും വെള്ളയുടുപ്പും കുരിശുമാലയൊക്കെ ഇട്ട് കയറി വരുന്ന കണ്ടാൽ തന്നെ എന്നാ ഐശ്വര്യമായിരുന്നു. ആ ക്രമങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ശാന്തമായി പോയി. എത്ര ഭദ്രമായി. ഇന്ന്
കല്യാണത്തിന് മുമ്പേ സേവ് ദി ഡേറ്റ്. ഇത്രയും മൃഗീയമായൊരു സ്വഭാവം വേറെ ഉണ്ടോ? വിവാഹ കൂദാശ യോജിപ്പിക്കേണ്ടതിന് ക്യാമറമാനാണോ ഇത് ചെയ്യേണ്ടത്? ലോകത്തുള്ള കടൽ തീരത്തും ഒക്കെ അത്രയും പോകണ്ട. ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കരുത്. ഒരു പരിധിക്കപ്പുറം എന്ത് നമ്മൾ എടുത്തു ചാടുന്നു, നാളെ അതിന് തിരിച്ചടി വരും. പള്ളിയിൽ വെച്ച് കാപ്പായിട്ട് പുരോഹിതൻ നിങ്ങളെ യോജിപ്പിക്കാതെ ക്യാമറാമാൻ പറയുന്നത് പോലെ നമ്മുടെ കുടുംബജീവിതം തുടങ്ങരുത്. അല്ലെങ്കിൽ പിന്നെ വിവാഹ നിശ്ചയത്തിന് അടുത്തിരുത്താമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് പൊയ്ക്കോ. പക്ഷെ അതും ഒരു പരിധിക്കപ്പുറം നമ്മുടെ രഹസ്യ ജീവിതങ്ങളൊക്കെ തന്നെ എന്തിനാണ് ലോകം മുഴുവൻ കാണിക്കുന്നത്? ഒരു പരിധിക്കപ്പുറം പ്രൊജക്ഷൻ വരുമ്പോൾ അതിന് അത്ര തിരിച്ചടി നമുക്ക് വരും. എവിടെ ഒരുപാട് ഉയർച്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നു അവിടെ ഒക്കെ തന്നെ താഴ്ച. ഇതല്ല ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത. എന്റെ ദൈവമേ, എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെ നീ കാണുന്നു, നീ വലിയവനാണ്. നിന്നോട് ചേർന്ന് ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ദൈവമഹത്വം ഞാൻ തിരിച്ചറിയണം. ഇതാണ് വിശുദ്ധന്മാർ അവരുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലും കാണിച്ചു കൊടുക്കേണ്ടത്. രണ്ട് പ്രധാനപ്പെട്ട വേദഭാഗം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇയ്യോബ് 8:5, 6, 7. ഏകാഗ്രമായി ദൈവത്തെ അന്വേഷിച്ച പരിശുദ്ധന്മാർ. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ അന്വേഷിച്ച് അപേക്ഷിച്ച് നിർമ്മലതയോടെ നേരുള്ളവോടെ ജീവിക്കുമ്പം നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ തന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. 2, ഈ പരിശുദ്ധന്മാർ കാണിച്ചു തന്നത് വിശ്വാസത്തിന്റെ സ്ഥിരത. ബാലന്മാരുടെ ഉപമയിലൂടെ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തു വന്നാലും മരണം വരെ കരിയുന്നെങ്കിൽ ഒരുമിച്ച് കരിയട്ടെ, പ്രകാശമാകുന്നെങ്കിൽ ഒരുമിച്ച് പ്രകാശമാകട്ടെ. അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമാരെന്നും തിരിച്ചറിയണം. ദൈവത്തെ അറിയാൻ ധാരാളം വേദഭാഗം ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന 2 വാക്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ അത്ര വായിച്ചിട്ടുള്ള വേദഭാഗം ആകില്ല. യെശയ്യാവ് 40:12 സദൃശ്യവാക്യം 30:4. യെശയ്യാവ് 40:12 സദൃശ്യവാക്യം 30:4. യെശയ്യാവ് 40:12 ഇതാണ് പറയുന്നത്: തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അവനാണ് ദൈവം. വീണ്ടും സദൃശ്യവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങുന്നവൻ ആർ? ആഴിയെ തന്റെ പൂഴിയാൽ വേർതിരിച്ചവനാർ? വെള്ളത്തെ തന്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ? ഭൂമിയുടെ അറുതുകളെയൊക്കെയും പിടിച്ചു അടക്കിയവനാർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? ടു നോ ദ വിൽ ഓഫ് ഗോഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നോളജ് ഇൻ ദ വേൾഡ്. ദൈവത്തെ അറിയുന്നതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു അറിവ്. ഈ കിട്ടുന്ന പ്രായങ്ങളിൽ പണ്ടൊക്കെ നമുക്കറിയാം 90-80. എന്റെ അമ്മയുടെ അമ്മ 106 വയസ്സിലാണ് മരിക്കുന്നത്. 106 മക്കളും ഉണ്ടായിരുന്നു, മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ. ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു: അച്ഛമ്മോനെ, മരിക്കുമ്പോൾ ഞാൻ വിളിക്കും, എന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം. എന്റെ കൊട്ടാരക്കലിലെ വീട് കൂതാശ ചെയ്യുമ്പം അന്ന് ക്യാപ്റ്റൻ രാജുവും നമ്മുടെ തിരുമേനിയും കൂടെ ഒരു പൊന്നാട അണിയിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കുക, എന്നോട് പറഞ്ഞത് മരിക്കുമ്പോൾ ഞാൻ അച്ഛനെ വിളിക്കും. ഞാൻ പറഞ്ഞ അതെങ്ങനെ വല്യമ്മച്ചി? മരിക്കുന്നവരെ കൊളസ്ട്രോൾ ഇല്ല, ഡയബറ്റിക് ഇല്ല, ഒന്നുമില്ല. ആ കോട്ടയത്ത് ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് തിരുവല്ല ആകുമ്പോഴുണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ അന്ന് സന്ധ്യാനമസ്കാരം നടത്തി ബൈബിള് വായിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഞാൻ തലയ്ക്ക് പിടിച്ചു പ്രാർത്ഥിച്ചു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോകത്തോടെ യാത്ര പറയുകയും ചെയ്തു. ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു? ഓരോരുത്തർക്കും ഇത് വലിയ പഠിത്തമില്ല, 4ാം ക്ലാസ് വരെ എങ്ങാണ്ടേ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെ തമ്പുരാന് ചില കണക്കൂട്ടലുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ അതിനെ തുടക്കത്തിൽ പറഞ്ഞത്, കാണുന്ന ലോകത്ത് കാണാത്തൊരു ജീവിതം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ മകൾ കോട്ടയം പാമ്പടിക്ക് തിരുവല്ലയിൽ പഠിക്കുക. ആ മോളോടൊപ്പം 4 വർഷമായി കെസിയ എന്നൊരു കുട്ടിയുണ്ട്. വളരെ സൗഹൃദം, ഒരുമിച്ചാണ് ഇവർ താമസിക്കുകയും വരുന്നതും പോകുന്നതല്ല. പരിമലത്തിരുമയുടെ പെരുന്നാൾ കഴിഞ്ഞ 2-ാം തീയതി കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് പരിമലത്തിരുമയുടെ പെരുന്നാളുമാണ്. അപ്പൊ രാവിലെ ഞാൻ പരിമല നിൽക്കും, മോള് വാട്സപ്പിൽ മെസ്സേജ് വിട്ടു, പപ്പ പെരുന്നാൾ ആയതുകൊണ്ട് എന്റെ കൂട്ടുകാരിയുണ്ട്, എന്റെ റൂംമേറ്റ്സ് ആണ്, ആ മോൾക്ക് വേണ്ടി കുർബാനയ്ക്കൊന്ന് പേര് കൊടുത്തേക്കണേന്ന്. ഞാൻ പേരും കൊടുത്തു. പക്ഷെ കുർബാന കഴിഞ്ഞ് 10:30 എന്റെ മോളുടെ മൊബൈൽ ഫോണിൽ നിന്ന് 4 കോൾ വന്നിരിക്കുന്ന, പപ്പയെ കെസിയ റൂമിൽ ചത്ത് കിടപ്പുണ്ടെന്ന്. മോള് ബർത്ത്ഡേ ഡേയിൽ തന്നെ 22 വയസ്സുള്ള കുഞ്ഞ് ലോകത്തോടെ യാത്ര പറഞ്ഞു. ജനന ദിവസവും മരണ ദിവസവും രാവിലെ ബർത്ത്ഡേ സ്റ്റാറ്റസിൽ വന്നു. 11 മണിക്ക് ആ കുഞ്ഞ് ലോകത്തോടെ യാത്രയും പറഞ്ഞു. ഇന്ന് ആ കുഞ്ഞിന്റെ അടക്കത്തിന് ഞാൻ പോയിട്ട് വരിക. പക്ഷേ മനുഷ്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും പാമ്പാടി തിരുമേനി മാത്രമേ ഉള്ളൂ ജനന ദിവസവും മരണ ദിവസവും ഒരേ ദിവസമായത്. ഈ കുഞ്ഞ് കെസിയ എത്രമാത്രം സ്നേഹമുള്ള ഒരു കുട്ടി.
അനേക കുഞ്ഞുങ്ങളെ സഹായിക്കും. നമ്മൾ ചിന്തിക്കുക എങ്ങനെ പറ്റി? അത് തമ്പുരാന്റെ കണക്കൂട്ടലാണ്. പരിമലത്തിരുമേനിയുടെ പെരുന്നാളിന്റെ ദിവസം തന്നെ ഈ കുഞ്ഞിന്റെ ജനന ദിവസവും മരണ ദിവസമാകാൻ ഇന്ന് ഞാൻ ആ റാന്നി പള്ളിയിൽ പോയി ശുശ്രൂഷയെ സംബന്ധിച്ച് ഒത്തിരി ടയർഡായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ആ മുഖത്ത് തേജസ്സോടെ ഞാൻ കണ്ടപ്പം എത്രമാത്രം തമ്പുരാന്റെ കണക്കൂട്ടൽ, ജനനവും മരണവും ഒക്കെ തന്നെ ദൈവത്തിന്റെ കണക്കൂട്ടല്ല. നമ്മൾ ഭൂമിയിൽ ആരുമില്ല പ്രിയമുള്ളവരെ. നമ്മളെ ദൈവം ഏത് പ്രായത്തിൽ വിളിച്ചാലും ആരെയും പിണക്കരുത്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഈ ഭൂമിയിലെല്ലാം മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറി ആനോ ഭദ്ര കൃതവേ എന്ത് വിശ്വത സർവലോക സംസ്ഥാ സുഖനോ ഭവന്തു സർവേ സന്തു നിരാമയ മാമിദ്ദുഷ മകേ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ. എന്റെ ദൈവമേ, ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ എന്റെ അച്ഛനോ എന്റെ കമ്മിറ്റിക്കാർക്കോ ആർക്കും ഒരു വേദന ഉണ്ടാകാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. മറിച്ച് ദൈവസ്നേഹത്തിൽ വളരുമ്പം എന്റെ ജീവിതം പ്രകാശമായി തീരും. നമ്മളൊരു ശബ്ദം കേൾക്കും, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മളെ സഹായിക്കട്ടെ.